ഡയറക്ട് ടാക്സ് കോഡിന്റെ ഭേദഗതി വരുത്തിയ ചർച്ചാരേഖയിൽ നികുതിദായകർക്ക് ഗുണകരമായ പല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നികുതി ആശ്വാസങ്ങൾ മൂലമുണ്ടാകുന്ന റവന്യൂ നഷ്ടം നികത്തുന്നതിന് ആദായ നികുതി നിരക്കുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിശദാംശങ്ങളുമായി ഇനി ടാക്സ് ഗുരു. ആദായ നികുതി സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ KC ജോസഫ് വർഗീസ്. ഓഡിറ്റ് നിർബന്ധം ഇല്ലാത്ത നികുതിദായകർ തങ്ങളുടെ റിട്ടേണുകൾ ഇതിനകം തന്നെ സമർപ്പിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അവസാന 12 മണിക്കൂറുകാരുടെ ബാഹുല്യം നിമിത്തമാണെന്ന് തോന്നുന്നു ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. റിട്ടേണിനെ പറ്റി പറഞ്ഞ് കഴിഞ്ഞ എപ്പിസോഡിൽ മറ്റുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കൊച്ചിയിൽ നിന്ന് ലിസിയുടേതാണ് ആദ്യ ചോദ്യം. ലഭിച്ച ശമ്പള കുടിശ്ശിക മുൻവർഷങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ 2008-2009 സാമ്പത്തിക വർഷത്തിൽ 3600 രൂപയോളം നികുതി ബാധ്യതയുണ്ട്. ഈ തുക 2011 മാർച്ച് 31-നകം അടച്ച് റിട്ടേൺ സമർപ്പിച്ചാൽ മതിയോ എന്നാണ് ചോദ്യം. 2008-2009 സാമ്പത്തിക വർഷത്തെ റിട്ടേൺ സമർപ്പിക്കാനുണ്ടായിരുന്ന അവസാന തീയതി 2009 ജൂലൈ 31 അന്ന് സമർപ്പിച്ചില്ലെങ്കിലും 2010 മാർച്ചിലെങ്കിലും സമർപ്പിച്ചിരുന്നെങ്കിൽ 5000 രൂപയുടെ പിഴ ഒഴിവാക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ 31/3/2011 നികുതി അടച്ച് റിട്ടേൺ സമർപ്പിക്കാമെന്ന പ്രസ്താവനയ്ക്ക് പിന്നിലെ യുക്തി മനസ്സിലാകുന്നില്ല. 31/3/2011 നികുതി അടച്ച് താങ്കൾ പറഞ്ഞ പോലെ റിട്ടേൺ നൽകുമ്പോൾ ഏകദേശം 720 രൂപ അധിക പലിശയടക്കം 4330 രൂപയോളം അടക്കേണ്ടി വരും. 5000 രൂപയുടെ പിഴ, അതായത് വകുപ്പ് 271F പ്രകാരം ചുമത്തപ്പെടാനും സാധ്യതയുണ്ട്. ഖത്തറിൽ നിന്ന് മുഹമ്മദ് നിസാറിൻ്റെയാണ് അടുത്ത ചോദ്യം. അദ്ദേഹത്തിന് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടുണ്ട്. ഗൾഫിൽ നിന്നും ഈ SB അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എത്ര രൂപ വരെ മാസം ഇങ്ങനെ അയക്കാം? നികുതി കൊടുക്കണോ എന്നാണ് ചോദ്യം. താങ്കൾ ഒരു NRI ആയതിനാൽ ഇവിടെ ഒരു സാധാരണ SB അക്കൗണ്ട് തുടങ്ങാൻ പാടില്ലെന്ന് വ്യവസ്ഥയുണ്ട്. ഒന്നുകിൽ ഒരു നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, അല്ലെങ്കിൽ ഒരു നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട് NRO അക്കൗണ്ട് തുടങ്ങണം. അതിലേക്ക് മാത്രം പണം അയക്കുക. അയക്കുന്ന പണത്തിന് യാതൊരു പരിധിയുമില്ല. എത്ര കോടി രൂപ വേണമെങ്കിലും അയക്കാം. നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് പൂർണ്ണമായും നികുതി ഒഴിവുണ്ട്. എന്നാൽ NRO അക്കൗണ്ടിൽ നിന്നുള്ള പലിശ അടിസ്ഥാന ഒഴിവായ 1,60,000 രൂപയിൽ കൂടുതലാണെങ്കിൽ നികുതി ബാധ്യത വരും. TDSനും ബാധ്യതയുണ്ട് NRO അക്കൗണ്ടിന്. അടുത്ത ചോദ്യം ശ്രീ രാധാകൃഷ്ണൻ നായർ തിരുവനന്തപുരത്ത് നിന്ന് ചോദിക്കുന്നതാണ്. അദ്ദേഹത്തിന് ബിസിനസ്സിൽ നിന്നും 4 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇതിൽ ഡിപ്രീസിയേഷനായിട്ട് 2.5 ലക്ഷം രൂപയും ബാക്കി ബിസിനസ് നഷ്ടവുമാണ്. 31/7/2010 റിട്ടേൺ സമർപ്പിക്കാൻ വഴിയില്ല, കാരണം കണക്കുകൾ പൂർണ്ണമായിട്ടില്ല. ഈ നഷ്ടം അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ എന്താണ് പോംവഴി? താങ്കൾക്ക് ഇപ്പോഴെങ്കിലും കണക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്കളുടെ മൊത്തം നഷ്ടത്തിൽ 1.5 ലക്ഷം രൂപ ക്യാഷ് ലോസാണ്. 31/7/2012 റിട്ടേൺ സമർപ്പിച്ചില്ലെങ്കിൽ ഈ നഷ്ടം ക്യാരി ഫോർവേഡ് ചെയ്യാനാകില്ല. എന്നാൽ ഇതിനകത്തുള്ള 2.5 ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷൻ, അതിന് പറയുന്നത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്നാണ്, താമസിച്ച് റിട്ടേൺ സമർപ്പിച്ചാലും ക്യാരി ഫോർവേഡ് ചെയ്യാൻ അർഹതയുണ്ട്. ഡൽഹിയിൽ നിന്ന് എബ്രഹാമിൻ്റെ ചോദ്യമാണ് അടുത്തത്. വ്യക്തികൾ, കമ്പനികൾ എന്നിവർ വാടക നൽകുമ്പോൾ നടത്തേണ്ടതായ TDS നിരക്കുകൾ ഏതൊക്കെയാണെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ചില ഭേദഗതികൾ വന്നിട്ടുണ്ടെന്നായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. 1/10/2009 1 ഒക്ടോബർ 2009 മുതൽ TDS നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അന്നുവരെ നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം വാടക നൽകുന്നത് വ്യക്തിക്കോ ഹിന്ദു അവിഭക്ത കുടുംബത്തിനോ ആണെങ്കിൽ 15% നിരക്കിലും
മറ്റുള്ളവർക്ക് നൽകുമ്പോൾ 20% നിരക്കിലും TDS പിടിക്കണമായിരുന്നു. ഇത് വകുപ്പ് 194 പ്രകാരമാണ്. എന്നാൽ 1/10/2009 മുതൽ നിലവിൽ വന്ന ഭേദഗതി പ്രകാരം ആർക്ക് വാടക നൽകിയാലും, വ്യക്തികൾക്കായാലും ഹിന്ദു അഭിഭക്ത കുടുംബമായാലും പാർട്ണർഷിപ്പ് ഫേമായാലും 10% നിരക്കിൽ TDS പിടിച്ചാൽ മതി. വിദ്യാഭ്യാസ സെസ്സും സർചാർജും പിടിക്കേണ്ടതില്ല. ഒരു വർഷത്തിൽ നൽകുന്ന വാടക 1,20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രം TDS പിടിച്ചാൽ മതിയെന്നുള്ളത് വർദ്ധിപ്പിച്ച് 1,80,000 ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രാബല്യം വന്നിരിക്കുന്നത് 1 ജൂലൈ 2010 മുതലാണ്. തൊട്ടു മുൻപത്തെ സാമ്പത്തിക വർഷത്തിൽ ടാക്സ് ഓഡിറ്റ് നിർബന്ധമില്ലാത്ത വ്യക്തികളും ഹിന്ദു അവിഭക്ത കുടുംബങ്ങളും TDS പിടിക്കേണ്ടതില്ല എന്ന ആശ്വാസം തുടരുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജൂണിൽ പുറത്തിറങ്ങിയ ഡയറക്റ്റ് ടാക്സ് കോഡിൻ്റെ ഭേദഗതി വരുത്തിയ ചർച്ചാരേഖയിൽ നികുതിദായകർക്ക് ഗുണകരമായ പല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നത് പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇങ്ങനെ നൽകുന്ന നികുതി ആശ്വാസങ്ങൾ മൂലമുണ്ടാകുന്ന റവന്യൂ നഷ്ടം നികത്തുന്നതിലേക്കായി ആദായ നികുതി നിരക്കുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ചർച്ചാരേഖയിൽ പരാമർശമുണ്ട്. അതായത് കാലിബ്രേറ്റ് ചെയ്യുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഓഗസ്റ്റ് 2009 ഇറക്കിയ ആദ്യ ചർച്ചാരേഖയിൽ 1.6 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ 10%, 10 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ 20%, 25 ലക്ഷത്തിന് മേൽ 30% എന്നിങ്ങനെയായിരുന്നു വ്യക്തികൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ആദായ നികുതി നിരക്കുകൾ. എന്നാൽ 30% നിരക്കുള്ള സ്ലാബ് 25 ലക്ഷത്തിൽ നിന്നും 15 ലക്ഷം ആക്കിയായിരിക്കും പാർലമെൻറ്റിൽ ബിൽ അവതരിപ്പിക്കപ്പെടുക എന്നാണ് ലഭ്യമായ സൂചനകൾ. 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെ 20% നിരക്കിലായിരിക്കും വ്യക്തികൾക്കുള്ള നിരക്ക് എന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഇതുമൂലം നമ്മൾ നേരത്തെ പ്രോമിസ് ചെയ്യപ്പെട്ട രീതിയിലുള്ള ഗുണകരമായ നിരക്കുകൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് വേണം കരുതാൻ. ജാതി കർഷകന് ഇത് സന്തോഷത്തിന്റെ നാളുകൾ. ജാതിക്കായുടെ വില